നമസ്കാരം. കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമാണ് കാസർഗോഡ് പെരിയയിലെ ഇരട്ട കൊലപാതകം. കല്യൂട്ട് ഗ്രാമത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു ശരത്തും കൃപേഷും. അവരുടെ കൊലപാതകത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇന്ന് ഈ ഗ്രാമം. ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ കാതലായ ഘടകമാണ് രാഷ്ട്രീയം. അത് എങ്ങനെയാണ് അക്രമ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുന്നത്? രാഷ്ട്രീയത്തിന്റെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തുവാനുള്ള അധികാരം ആരാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത്? വടിവാളും കടാരയും കത്തിയുമൊക്കെയായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ അധോലോകത്തേക്ക് AK-47 പോലുള്ളവ കടന്നു വരാനും അധികം സമയമൊന്നും വേണ്ടിവരില്ല. കേരള രാഷ്ട്രീയത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? വേണമോ അക്രമ രാഷ്ട്രീയം? കേരള ജനത പ്രതികരിക്കുന്നു. എന്നെപ്പോലെ ഒരാളിത് പറയുന്നതുകൊണ്ട് ഇതിലും ഗുണം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ വലിയ മാറ്റം വരുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കണമെന്നില്ല. എങ്കിലും ജസ്റ്റ് ഒരു അഭിപ്രായം. ഇപ്പോൾ കാസർഗോഡ് മരിച്ചു എന്ന് പറയുന്ന കൃപേഷിന് 19-20 വയസ്സേ ഉള്ളൂ. 20 വയസ്സുള്ള ഒരാൾ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് ഇരയാകണമെങ്കിൽ, അതായത് അവൻ അത്രയ്ക്ക് രാഷ്ട്രീയത അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ടിയോടുള്ള ആ ഒരു കൂറ് അവൻ്റെ മനസ്സിൽ അത്രയ്ക്ക് ഉണ്ടാവണം. അപ്പോൾ അത് വളർന്നു വരുന്നത് അവൻ പഠിച്ച സാഹചര്യങ്ങളിൽ നിന്നാണ്, അവൻ്റെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്നാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയങ്ങൾ, അതായത് പാർട്ടി അധിഷ്ഠിത ക്യാമ്പസ് രാഷ്ട്രീയങ്ങൾ നിരോധിക്കപ്പെടണം. രാഷ്ട്രീയം നല്ലതാണ്, അത് കുട്ടികൾ പഠിക്കണം, അത് അവരുടെ മനസ്സിലൊരു രാഷ്ട്രീയ ബോധം ഉണ്ടാവണം. അതൊരിക്കലും പാർട്ടി അധിഷ്ഠിതമായിരിക്കരുത്. ഇതിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ നമുക്കൊരു സൈഡിൽ ISP ഭീകരരെ പോലെ മത തീവ്രവാദികളുണ്ട്, അതിൻ്റെ എക്സ്ട്രീം ലെവൽ രാഷ്ട്രീയ തീവ്രവാദം അവിടെ നടക്കണേ. അതിനെതിരെ പ്രോപ്പറായുള്ളൊരു വിദ്യാഭ്യാസം കുട്ടികൾക്ക്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്ടി അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം SFI, KSU പോലുള്ള പാർട്ടികൾ നിരോധിക്കണം. സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ കയറ്റാൻ പാടില്ല. അങ്ങനെ ഒരു റൂൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇത് അവസാനം വരെ ഇങ്ങനെ പോകും. ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് പോകുന്നതോറും അതിങ്ങനെ ഉള്ളിൽ ഇതിങ്ങനെ പകർന്ന് മുന്നോട്ട് പോകുന്നതല്ലാതെ ഒരു ഗുണം. ഇതിപ്പോൾ രണ്ടുപേരുടെ ജീവൻ പോയപ്പോൾ ആർക്ക് പോയി? അവരുടെ കുടുംബത്തിന് പോയി. അതുകൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയത്തിലൊരു കർശനമായൊരു നിയന്ത്രണം കൊണ്ടുവരാതെ ഇതിനൊരു മാറ്റം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസുകാരിൽ നിന്ന് മർദ്ദനമേറ്റതിൽ കടുത്ത പകയുണ്ടാവുകയും സുഹൃത്തായ സജിയുമായി ചേർന്ന് തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ് പീതാംബരൻ. അക്രമി സംഘത്തിന്റെ ലക്ഷ്യം ശരത്ത് മാത്രമായിരുന്നു. അതിനാൽ ശരത്തിന്റെ പോക്കുവരവുകൾ നിരീക്ഷിക്കുകയും കൃത്യം നടത്താനായി വൈകിട്ട് 7:30 കല്യോട്ടെ സ്കൂളിനടുത്തെ കുറ്റിക്കാട്ടിൽ സംഘം പതിയിരിക്കുകയും ചെയ്തു. അക്രമികളെ കണ്ട ശരത്ത് ബൈക്ക് നിർത്താൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇവർ ബൈക്കിൽ ചവിട്ടിയതോടെ ബൈക്കിലുണ്ടായിരുന്ന കൃപേഷും ശരത്ലാലും മറിഞ്ഞ് സുരേഷിന് മുന്നിലേക്ക് വീഴുന്നു. ആഞ്ഞു വെട്ടിയത് കൃപേഷിന്റെ തലയ്ക്കായിരുന്നു. സംഘത്തിലെ മുഴുവൻ പേരും ശരത്ലാലിനെ തുരുതുര വെട്ടിയിരുന്നു. നമ്മളിത് ഇന്നലെ അല്ല നമ്മൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് കേൾക്കാൻ തുടങ്ങിയത്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കേൾക്കുന്നതാണ്. പക്ഷേ ഇത് സംഭവിച്ചുകൊണ്ടിട്ട് അതായത് ഒരു ഇരയാക്കപ്പെട്ട ഒരാളുടെ വീട്ടുകാർക്ക് നമുക്കറിയാവുന്നതാണ്. 19-20 വയസ്സുള്ള 2 യുവാക്കളാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. അവരുടെ വീട്ടുകാർക്ക് മാത്രമാണ് ഇതുകൊണ്ട് അവർക്ക് നഷ്ടമുണ്ടാകുന്നത്. ബാക്കി എല്ലാവർക്കും ഇത് ഒരു ദിവസത്തെ അല്ലെ 2 ദിവസത്തെ ഒരു വാർത്ത മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയം വളരെ നല്ലതാണ്, എങ്കിൽ പോലും നമ്മൾ നമ്മുടെ വീട്ടുകാരെ മറന്ന് നമ്മളൊന്നും ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഒരു നഷ്ടം വീട്ടുകാർക്ക് മാത്രമാണ്. കാരണം ഈ കൊലപാതകങ്ങൾ കൊണ്ടിട്ട് പാർട്ടിക്ക് മാത്രമാണ് ഇതിൻ്റെ ആ ഒരു നേട്ടമുണ്ടാകുന്നത്. കാരണം അത് ന്യൂസിൽ എല്ലാ ചാനലുകളിലും വരുന്നു. അവർക്കൊരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് അതിനുശേഷം ഇത് എല്ലാവരും മറന്നു വന്നു. പിന്നെ ഇതിനെക്കുറിച്ച് അവരുടെ വീട്ടുകാർക്ക് മാത്രമാണ് അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും. വേറെ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പോലും പറയാൻ കഴിയുന്നില്ല. നമുക്കറിയാവുന്നതാണ്, മറ്റേ മൂന്നാറിൽ മരിച്ച് പോയ പയ്യനെ കോളേജിൽ വെച്ച് കുത്തിക്കൊന്നത്. ഇപ്പോൾ അത് എല്ലാവരും മറന്നു. ഇപ്പോൾ എല്ലാവരും ഈ കാസർഗോഡിൻ്റെ പുറകെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് മരിച്ചു പോയ എൻ്റെ വീട്ടുകാർക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു വേദനകൾ മാത്രമുള്ളൂ. ബാക്കി ആരും ഇത് അനുഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാ പാർട്ടി നല്ലതാണ്, എങ്കിൽ പോലും നമ്മൾ ഇതിൽ കൂടുതലായി ഒരു കാര്യങ്ങൾ ഇൻവോൾവ് ആകാതിരിക്കുന്നതാണ് ഇതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം ഞാനും കോളേജിൽ പഠിച്ചതാണ്, രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ എൻ്റേതായ രീതിയിലൂടെ എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ ആ രീതിയിൽ ഞാൻ പോയി. അതുകൊണ്ട് പാർട്ടി നല്ലതാണ്, നമുക്ക് എല്ലാ പൗരനും വോട്ടുള്ളതാണ്, എങ്കിൽ പോലും നമ്മളത് ഇതിൽ കൂടുതലായി ഇൻവോൾവ് ആകാതിരിക്കുന്നതാണെന്നല്ല. കൊലപാതകത്തിൽ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും പങ്കുണ്ടെന്നാണ് കൃപേഷിന്റെ അച്ഛൻ പറയുന്നത്. ഓരോ ദിവസവും പുറത്തു വരുന്ന തെളിവുകൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയല്ലേ? രാഷ്ട്രീയ കൊലപാതകം ഒരു അനാവശ്യ കാര്യമാണ്. കാരണം വെച്ചാൽ രാഷ്ട്രത്തിന് ഒരു ഉപയോഗവും ഇല്ലാത്തൊരു സംഭവമാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം. ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ കാസർഗോഡ് ഈ അടുത്ത് നടന്ന 2 കൊലപാതകം
ഈ 2 കൊലപാതകങ്ങളും സത്യത്തിൽ ജനങ്ങൾക്ക് സത്യത്തിൽ ഏറെക്കുറെ ബുദ്ധിമുട്ടിച്ച് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ ഈ 2 ചെറുപ്പക്കാർ എന്തിനു വേണ്ടിയാണ് മരിച്ചത്? ഒരു പ്രയോജനമില്ല. അവൻ്റെ വീട്ടുകാർക്ക് നഷ്ടം. അത് മുഖേന ഹർത്താലല്ലാതെ മറ്റൊന്നും നമുക്ക് പ്രയോജനം ചെയ്തില്ല. ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു 44 ജവാന്മാർ മരിച്ച ദിവസമായിരുന്നു. അതിന് ഒരു മെഴുകുതിരി പോലും കത്തിക്കാത്ത നാടാണ് ഇവർക്ക് വേണ്ടി ഹർത്താലിന് പിന്തുണ ലഭിച്ചത്. അപ്പോൾ ഈ രാഷ്ട്രീയ കൊലപാതകം കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ ഉണ്ടാകുന്നുള്ളൂ, ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അവൻ്റെ കുടുംബത്തിനും നഷ്ടം, നാടിനും നഷ്ടം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. കാസർഗോഡ് വിവിധ പരിപാടികൾക്കായി എത്തിയ ആഭ്യന്തരം കൂടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മരിച്ചവരുടെ വീട്ടിലെത്താതിരുന്നത്? പിള്ളേരാണ് ഇതിനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരെ കളിയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഉണ്ടാക്കി ഇനി ഒരിക്കലും ഇതിങ്ങനെ ഉണ്ടാവരുത്, തീരുമാനം ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ പിള്ളേരൊന്നും, എൻ്റെ മോൻ്റെ പ്രായമുള്ള കൊച്ചൊക്കെയാണ് ഇപ്പം മരിച്ചേക്കണത്. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അതിൻ്റേതായ ഒരു പേപ്പർ കാണുമ്പോഴാണെങ്കിലും ടി വിയിലാണെങ്കിലും കണ്ടിട്ടൊക്കെ ഭയങ്കര വേദനയുണ്ട്. കണ്ടുവരുന്നൊരു ഇതാണ് രാഷ്ട്രീയ കൊലപാതകം. അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാണ്ട് ജനങ്ങളെ ഇല്ലാതാക്കാനുള്ളതല്ല. ഇതിപ്പോൾ രാഷ്ട്രീയ കച്ചവടങ്ങളും കൊലപാതകങ്ങളായി മാറാണ് നമ്മളെ ഈ രാഷ്ട്രീയം കൊണ്ട്. ഈ ചെറിയ നമ്മളെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളാണ് ഇതിനുള്ള ഇരയാവുന്നത്, അല്ലാണ്ട് വേറെ അവരുടെ ജീവിതമാണ് അവിടെ ഇല്ലാതാവുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലായതുകൊണ്ടോ അവനൊരു സമൂഹത്തിനൊരു ഇതാവണമെന്നില്ല. അവനെ ഇല്ലാതാക്കിക്കൊണ്ട് എന്ത് രാഷ്ട്രീയമാണ് നമ്മളെ സമൂഹത്തിൽ വളർന്നു വരുന്നത്? രാഷ്ട്രീയം വേണം, വേണ്ടെന്നല്ല, അത് നല്ലതിനായി ഉപയോഗിക്കുക, അത്രേ പറയാനുള്ളൂ. രാഷ്ട്രീയമാണ് ജീവിതമെന്ന് കരുതുന്ന യുവതലമുറയോട് മരിച്ചത് ആരാ? മനുഷ്യൻ. കൊന്നതാരാണ്? രാഷ്ട്രീയം. പോയത് ആർക്കാണ്? വീട്ടുകാർക്ക്. സ്വയം നീതി നടപ്പിലാക്കുന്ന ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഭീകര സംഘടനകളെ പോലെ പ്രവർത്തിക്കുമ്പോൾ പ്രതിരോധിക്കേണ്ടത് നമ്മളാണ്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.